ഈ ഷാർജയിൽ ആത്മഹത്യ ചെയ്തതിൽ കണ്ടെത്തിയ പെൺകുട്ടി, അതായത് അതുല്യ, അതുല്യയുടെ ഭർത്താവിൻ്റെ അമ്മ ഉഷ നമുക്കൊപ്പം ചേരുകയാണ്. ഭർത്താവ് സതീഷാണ്, സതീഷിൻ്റെ അമ്മ ഉഷ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺരാജാണ് നമുക്കൊപ്പം അവരുമായി ബന്ധപ്പെടുന്നത്. അരുൺരാജ്, ശരിക്കും സതീഷിൻ്റെ അമ്മ എന്താണ് പറയുന്നത്? കാര്യം വല്ലാത്ത പീഡനം സഹിക്കുകയായിരുന്നു എന്ന് അവസാനമായി സന്ദേശത്തിലും ഈ അതുല്യ പറയുന്നുണ്ട്. തീർച്ചയായും എസ്കേൻ, ഞാൻ ഇവിടെ എത്തി അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ ആദ്യം പറഞ്ഞത് ഈ സതീഷ് ഇവിടേക്ക് വരാറില്ലായിരുന്നു എന്നുള്ളതാണ്. വന്നിട്ട് തന്നെ വർഷങ്ങളായി, അത്ര ബന്ധം ഈ വീടുമായി ഇല്ല എന്നുള്ളതാണ്. അമ്മ ഉഷ ഇതിന്റെ മാനസികമായ ഒരു വിഷമത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അമ്മയോട് നമുക്ക് സംസാരിക്കാം. എന്താണ് അമ്മയെ സതീഷ് അവസാനമായി ഇവിടേക്ക് എത്തിയത്? അവസാനമായിട്ട് ഇവിടെ എത്തിയത് എൻ്റെ മൂത്തമ്മ മരിച്ചിട്ട് 5 വർഷമായി. അപ്പോൾ അന്നും വന്നില്ല. പിന്നെ അതിൻ്റെ അനിയത്തിയുടെ കല്യാണത്തിനായിട്ട് അവർ രണ്ടുപേരും ഇവിടെ വന്ന് കല്യാണം പറയാനായിട്ട് ഇവിടെ വന്ന് അന്നാണ് മോൻ മരിച്ചനൊക്കെ അവരുടെ വീട്ടിലാണ് ഗൾഫിൽ നിന്ന് വന്നത്. വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ മോൻ മരിച്ചനെങ്കിലും ഇവിടെ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് കല്യാണവും പറഞ്ഞ് പോയ അന്ന് ഞാൻ കണ്ടതാ. പിന്നെ ഞങ്ങൾ എന്നെ വിളിക്കാറോ ഒരു കാര്യങ്ങളും ഇല്ല. അവർക്ക് വീടും സ്ഥലവും കിടക്കുന്ന, അവർക്ക് 10 സെന്റ് സ്ഥലവും വീടും, അവന് വീട് വെക്കാനോ അതില്ലെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുക്ക പറഞ്ഞ് അനിയനായിരുന്നു വീട് സ്ഥലവും. അപ്പോൾ അനിയന് എൻ്റെ അടുക്ക 4 വർഷം മുമ്പ് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവനങ്ങ് ഗൾഫിൽ വിളിക്കാറില്ല, എന്നെ വിളിക്കാറില്ല. എന്നെ അല്ല, ഇവിടെ ഞങ്ങൾ കുടുംബമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. എപ്പോഴെങ്കിലും അതുല്യ ഈ സതീഷിൽ നിന്ന് ഇത്തരം ഒരു പീഡനം ഏറ്റുവാങ്ങുന്നതായി അമ്മയോട് പറഞ്ഞിട്ടുണ്ട്? അങ്ങനെ ഞങ്ങളുമായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. അവർ ഭാര്യയും ഭർത്താവും ഇവിടെ ജീവിക്കുന്നിടത്ത് അവരുടെ പരാതിയൊന്നും നമ്മുടെ അടുക്ക പറയാറില്ല. അവരുടെ പരാതികളൊന്നും അതുല്യ എൻ്റെ അടുക്ക പറയാറില്ല. വിളിക്കാറുണ്ടായിരുന്നു? അങ്ങനെ അതുല്യ മോൻ വിളിക്കുന്നില്ലല്ലോ, പിന്നെ എന്താ അതുല്യ വിളിക്കണ്ടേ? തിരക്കിയിട്ടില്ലേ കുഞ്ഞിന്റെ കാര്യമൊന്നും? കുഞ്ഞിന്റെ കാര്യം തിരക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. കോവിഡ് സമയമായപ്പോഴേ ഞാൻ പോകാറില്ലായിരുന്നു. പിന്നെ എൻ്റെ ഇളയ മോൻ ഗൾഫിൽ, അവൻ വരുന്ന ഉടനെ അവൻ്റെ കൂടെ ഞങ്ങൾ അവിടെ പോകും. എന്തായാലും ഷാർജയിൽ ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതിൽ കണ്ടെത്തിയ അതുല്യയുടെ ഭർത്താവിൻ്റെ അമ്മയാണ് ഇപ്പോൾ സംസാരിച്ചത്. അമ്മയുടെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, സതീഷ് വീടുമായിട്ടും ഒന്നും ഒരു ബന്ധമില്ലായിരുന്നു, അമ്മയുമായിട്ടും ഒരു ബന്ധം നിലനിർത്തുന്നില്ലായിരുന്നു, അമ്മയെ വിളിക്കാറില്ലായിരുന്നു. ഒരു ചോദ്യത്തിന് അമ്മ പറഞ്ഞ ഉത്തരം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുല്യെ ബന്ധപ്പെടാറുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ മകൻ ബന്ധപ്പെടുന്നില്ല, പിന്നെയല്ലേ മരുമകൾ എന്നത് അവർ പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ അമ്മയ്ക്കൊരു ഒറ്റപ്പെട്ട രീതിയിലുള്ളൊരു ജീവിതമായിരുന്നു എന്ന് സംശയമുണ്ട്. മാത്രമല്ല, ഗൾഫിലേക്ക് പോയതിനു ശേഷം 4 കൊല്ലത്തോളം മകൻ അമ്മയെ വിളിച്ചിട്ടില്ല എന്നുകൂടി അമ്മ പറയുമ്പോൾ അമ്മയുടെ വേദന നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ മകൻ്റെ വിചിത്രമായ സ്വഭാവമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.